നമുക്ക് അലീനയുടെ മനുഷ്യൻ കണ്ട് നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് ബാലേന്ദ്രനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അച്ഛാ, രോഹിത്തേട്ടന് ജാമ്യം കിട്ടുമോ? കൊല്ലപ്പള്ളി വീട്ടിൽ പോയിട്ട് എന്തായി? അവരൊക്കെ എന്തു പറഞ്ഞെന്ന് ചോദിച്ചു. വക്കീലിനെ കണ്ടോന്നൊക്കെ ചോദിച്ചു. കൃഷ്ണമോൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, മോൾക്കറിയാലോ, അതത്ര പെട്ടെന്നൊന്നും അവസാനിക്കുന്ന കേസൊന്നും അല്ല. പിന്നെ പെൺകുട്ടിയെ സ്വാധീനിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. വക്കീൽ പറഞ്ഞ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചിരിക്കും കാര്യങ്ങളെന്നൊക്കെയാ. പിന്നെ നിന്റെ ശിവനങ്കളും രാജീവങ്കളൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, ഇനിയിപ്പം എങ്ങനെയാച്ചാ സ്കൂളിൽ പോകുന്നേ? സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഓരോരുത്തർ ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. സാരമില്ല, ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പഠനം കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റില്ല, സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. കൃഷ്ണമോള് പറഞ്ഞു, അലീന ചേച്ചി എന്നോട് പറഞ്ഞതാ ഞാൻ കൂടെ വരാമെന്ന്, ആദ്യത്തെ 1-2 ദിവസം കൊണ്ടേ വിടാമെന്ന്. ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചു. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ അത് പിന്നെ ബാലേന്ദ്രന് മനസ്സിലായി കൃഷ്ണമോൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇത് സാധാരണ ഒരു കേസല്ലോ, ഇങ്ങനത്തെ ഒരു കാര്യമല്ലേ, അപ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനും പറ്റില്ലല്ലോ. ബാലേന്ദ്രൻ പിന്നീട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണമോളോട് ചോദിച്ചു, അല്ല അലീന വന്നില്ലേ ഇതെന്ന് ചോദിച്ചു. അലീന ചേച്ചി ഇത്തിരി കഴിയുമ്പോൾ വരുമായിരിക്കും അച്ഛാന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ശിവന്റെ അടുത്തേക്ക് കമല വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 30 ദിവസം കഴിയുമ്പോഴും ഹരിയെ പുറത്തിറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ദേ ശിവേട്ട, എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം. ബന്ധുക്കാരൊക്കെ ഓരോന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഫോൺ വരെ ഓഫ് ചെയ്ത് വെക്കുക. കാരണം ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഓരോന്ന് വിളിച്ചിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ലെങ്കിൽ നീ പുറത്തേക്ക് ഇറങ്ങണ്ട, തല കുനിച്ച് നിന്നാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ശിവേട്ടൻ ഇതൊക്കെ പറയാം. എടി, നിനക്ക് നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ, വീട്ടിനകത്തിരുന്നാൽ പോരെ. പിന്നെ നിന്റെ ബന്ധുക്കാർ അവർ വിളിക്കുമ്പോൾ അവരോടുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കണം. ഇത് ശിവേട്ടൻ ഇതൊക്കെ പറയാം. എടി, എന്നെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഹരിയെ പുറത്തിറക്കാനായിട്ട്. നീ കാണുന്നില്ലേ, കുറച്ച് ദിവസമായി അലച്ചിലും തുടങ്ങിയിട്ട്. അവനൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചുകൊണ്ട് ഇരുന്നാൽ മതി. ബാക്കിയുള്ളവർ വേണ്ട ഇതിൻ്റെ പിന്നാലെ നടക്കാനായിട്ട്. എത്ര പേരുടെ കയ്യെ കാലെ പിടിച്ചെന്നറിയാവോ? ഇനിയിപ്പം ആരുടെ അഭയം തരണമെന്ന് എനിക്ക് പോലും അറിയില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് കമൽ പറഞ്ഞു, നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ ബാലേന്ദ്രൻ ഉണ്ടല്ലോ, രോഹിത്തിനെ പുഷ്പം പോലെ പുറത്തിറക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ ഇറക്കുമെന്നാ പറഞ്ഞേ? എടി, എല്ലാവരും കൂട്ടുപ്രതികൾ തന്നെയാ, അങ്ങനെയൊന്നും ഇറക്കാൻ പറ്റില്ല ഒരാളെന്ന് പറഞ്ഞു. പിന്നെ അലീന ഈ ശരണ്യെ കാണാൻ പോകുന്ന എന്തിനാന്ന് വിചാരിച്ചോ നിങ്ങളിരിക്കുന്നേ? അലീന ശരണ്യെ സ്വാധീനിക്കണം. അതേന്നേ, അവസാനം കണ്ടു രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ പുണ്യാളാന്ന് ശരണ്യെ കൊണ്ട് അലീനെ പറയിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറയിപ്പിക്കാൻ പറ്റുമോ? പിന്നല്ലാതെ. അവള് വിചാരിച്ച അതല്ല, അതിലപ്പുറം നടക്കും. രോഹിത്തിനെ രക്ഷപ്പെടുത്തിയെടുക്കും. പക്ഷേ നമ്മുടെ മോൻ ഹരിയായിരിക്കും അകത്ത് കിടക്കാൻ പോകുന്നേ. ഇത് കേട്ടുകഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞു, എടി അങ്ങനെയൊന്നും നടക്കില്ല. പിന്നെ നടക്കില്ല എന്ന് ആര് കണ്ടു? അലീന എന്ത് ചെയ്യും അവന് വേണ്ടിയിട്ട്? എനിക്കത് ഉറപ്പുള്ള കാര്യമാണ്. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മടിയില്ലാത്തോളം അവളെന്ന് പറഞ്ഞു. അവസാനം നിങ്ങളിങ്ങനെ മുകളിലേക്ക് നോക്കി ഇരിക്കത്തുള്ളൂ, നമ്മുടെ മോനെ അകത്ത് കിടക്കാൻ പോകുന്നേ. അത് കേട്ടപ്പോൾ ശിവശങ്കരന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. നിങ്ങളൊരു കാര്യം ചെയ്യാം, ആ വൈജ എങ്ങനെ പോയി കാണാം, അലീനയോട് ഒന്ന് സംസാരിക്കാൻ പറ. ഒരുപക്ഷെ വൈജ പറഞ്ഞാൽ അലീന അനുസരിച്ചാലോ. പിന്നെ വൈജയ്ക്ക് അലീനയെ കാണത്തില്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ശിവേട്ട? ഈ സമയത്ത് ദേഷ്യം വൈരാഗ്യമൊന്നും വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവരവരുടെ മോനെ അങ്ങ് രക്ഷിച്ചെടുക്കും. പിന്നെ നമ്മുടെ മോനായിരിക്കും അകത്ത് കിടക്കാൻ പോകുന്നത്. അവൻ്റെ ഭാവി എന്തായി തീരും ഒന്ന് ഓർത്ത് നോക്കിയേ. അവന് നല്ലൊരു ഭാവിയല്ലേ ഉള്ളതല്ലേ? ഇനി പുറത്തു പോകാൻ പറ്റുമോ? നല്ലൊരു ജോലി തേടാൻ പറ്റുമോ? മനുവിനാണെങ്കിലും കല്യാണപ്രായം എത്തി നിൽക്കുക. അവൻ്റെ കല്യാണം നടക്കട്ടെ. ഇങ്ങനെയുള്ള കേസും കൂട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് ചോദിച്ചു. എടി, നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ ഇപ്പം ഈ സംഭവിച്ചിരിക്കുന്നതിൻ്റെ വരുംവരായികൾ എന്താണെന്ന് നിനക്കറിയാലോ. അങ്ങനെ പെട്ടെന്നൊന്നും പോയി ഇറക്കിക്കൊണ്ട് വരാൻ പറ്റില്ല. ഇതിന് കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം പോലീസുകാർ ഇനി റിമാൻഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ ഇനി റിമാൻഡിലേക്ക് എടുത്തോളൂ, വീണ്ടും ജയിലിലായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമലയ്ക്ക് ഭയങ്കര ടെൻഷനായി. പിന്നീട് ശിവശങ്കരൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ വേണമെങ്കിൽ അലീനയോടൊന്ന് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അലീനയെ കാണാനായിട്ട് കടപ്പാട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അലീനയെ കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യുക, നീ ശരണ്യയായിട്ട്
കൂട്ടല്ലേ, അവിടെ പോകുന്നതല്ലേ, അവൾക്ക് എത്ര രൂപ വേണേലും കൊടുക്കാമെന്ന് പറ. എത്ര രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഒരു പക്ഷേ ഈ മാനക്കേടിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ. നിന്റെ അനുജൻ്റെ അതുപോലെ ഹരിയുടെ എല്ലാം ജീവിതം താർന്നു പോകുന്ന കാര്യം, അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണ്ടേ, അത് നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. അവളെ കൊണ്ടൊന്ന് മൊഴി മാറ്റി പറയിച്ചാൽ മാത്രം മതി. വക്കീൽ അങ്ങനെ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നിന്ന് ഹരിക്കും രോഹിത്തിനും ഒക്കെ തലയുരാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന ബാലേന്ദ്രനെ നോക്കി. ബാലേന്ദ്രൻ പറഞ്ഞു, എന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല, നിനക്ക് നിൻ്റേതായ തീരുമാനം ഉണ്ടെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അങ്കിളെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആ പാവപ്പിടിച്ച പെൺകുട്ടിക്ക് അവളുടെ ജീവിതം നഷ്ടപ്പെട്ടെ അറിയാലോ. അവൾക്കിനി സമൂഹത്തെ തലയുർത്തി പിടിച്ച് നടക്കാൻ പറ്റുമോ? അവൾ അനുഭവിക്കുന്ന വേദന എന്താണെന്നറിയാവോ? ഇന്നല്ലെങ്കിൽ നാളെ ഹരിക്കും രോഗത്തിനും ഒക്കെ തലയുർത്തി പിടിച്ച് സമൂഹത്തിലൂടെ നടക്കാം. പക്ഷെ എന്നും അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിജീവിതം തന്നെയായിരിക്കും. അവളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ അവളെ സ്വാധീനിച്ച് മൊഴി മാറ്റി പറയാനൊന്നുമല്ല. തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ അതിന് ശിക്ഷ കിട്ടും. ഇനി ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വണ്ടെന്ന് പറഞ്ഞ് അലീന അങ്ങോട്ട് പോയി. ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അലീനോട് വന്ന് സംസാരിക്കേണ്ടെന്ന്. സംസാരിച്ചൊക്കെ വെറുതെയാ, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, അവസാന പ്രതീക്ഷയായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ, അവൾ അങ്ങനെ സമ്മതിക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നടന്ന എല്ലാത്തിനും കാരണം അവളാന്ന് പറഞ്ഞോണ്ടാ വൈജയന്തി ഇരിക്കുന്നേ. അല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, വൈജയന്തി ഇവളുടെ അമ്മയല്ലേ, ഒരു പക്ഷേ വൈജയന്തി പറഞ്ഞ് ഇവളെ അനുസരിക്കില്ലേന്ന് ചോദിച്ചു. ബെസ്റ്റ്, വൈജയന്തിക്ക് ഇവളെ കണ്ണെടുത്താൽ കാണത്തില്ല. ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ ശിവശങ്കരൻ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ രാജീവിനെ വിളിച്ചു. രാജീവിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയണം. അപ്പം രാജീവും വൈഫ് ഹൗസിലായിരുന്നു. അവിടുന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ രാജീവിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് വൈജയെ കാണുവാണ്. ഈ സമയം വൈജ ചോദിച്ചു, ശിവേട്ട എന്തായി കാര്യങ്ങൾ? അവരെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ നടപ്പായി എന്ന് ചോദിച്ചു. എവിടുന്ന്? വൈജയ്, ഇനിയിപ്പം നീ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചോളൂ, ഞാൻ എന്ത് ചെയ്യാനാ? ഈ കിടപ്പ് കിടന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വല്ല വക്കീലന്മാരെ കാണാൻ വല്ല പണം കൊടുക്കാനൊക്കെ ആണെങ്കിൽ അത് വേണം, ഞാൻ തരാമെന്ന് പറഞ്ഞു. അതൊന്നുമല്ല, നീ അലീനയോടൊന്ന് സംസാരിക്കണം. അവളോടോ? അവളോട് ഞാൻ എന്തിനാ സംസാരിക്കണേ? നീ പറയണം അലീനയോട് എന്നെ ശരണ്യെ കാണുമ്പോൾ രോഹിത് ഹരി തെറ്റും ചെയ്തിട്ടില്ല, അവരുടെ പേരിലുള്ള കേസ് പിൻവലിക്കണം, അല്ലെങ്കിൽ മൊഴി മാറ്റി പറയണമെന്ന്. അവളെ സ്വാധീനിക്കാനായിട്ട് അലീനയ്ക്ക് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ കേൾക്കും. എൻ്റെ മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കത് കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ശിവനയ്ക്ക് അറിയാലോ, അമ്മയാണല്ലോ. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വൈജയ്ക്കെല്ലാം അറിയത്തില്ലാത്തുള്ളൂ, അലീനയ്ക്കറിയാലോ തൻ്റെ അമ്മയെന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ വൈജു പറഞ്ഞു, ഓഹോ, അപ്പം ഞാൻ അവളുടെ കാല് പിടിക്കണമല്ലേ ഈ കാര്യത്തിനല്ലേ? ശിവേണ്ണൊക്കെ എങ്ങനെ എന്നോട് ഇങ്ങനെ പറയാൻ തോന്നി? അവൾ ആ വീട്ടിലേക്ക് കാല് കുത്തിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്നിട്ടോ ഇനി ഞാൻ അവളോട് ക്ഷമിക്കുകയും പൊറുക്കുകയൊക്കെ ചെയ്യണമല്ലേ? ഒരിക്കലും ഇല്ല ശിവേട്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജുവും പറഞ്ഞു, നീ നിന്റെ വയസ്സയും വരേക്കും വെച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മകൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും അറിയാലോ, ജാമ്യം പോലും കിട്ടത്തില്ല, അകത്ത് കിടക്കത്തുള്ളൂ, അവൻ്റെ ഭാവി എന്തായി തീരും. അത് കേട്ടപ്പം വൈജു പറഞ്ഞു, എന്തായി തീർന്നാലും കുഴപ്പമില്ല, ഞാൻ അവളുടെ കാലേ വീഴാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം, കൂടുതലൊന്നും പറയണില്ല. നിനക്ക് ഇത്ര പോലും പറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടി അമ്മയെന്ന് പറഞ്ഞ് നടക്കണേ? അവൻ്റെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവനോടൊപ്പം നിൽക്കുന്നതിന് പകരം നീ ഇങ്ങനെയൊക്കെയാണോ പറയണേ? നിനക്ക് അലീനയുടെ മുന്നിൽ താഴാൻ പറ്റില്ലല്ലേ? ആയിക്കോട്ടെ, നീ എന്താണെന്ന് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. ഇതേസമയം അലീന ശരണ്യയുടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ശരണ്യയുടെ വീട്ടിൽ ചെന്ന് പതിവ് പോലെ ശരണ്യയെ ആശ്വസിപ്പിക്കുകയാണ്. അവൾക്ക് ആഹാരമൊക്കെ വാരിക്കൊടുത്ത് അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ കുറേ തവണ പറഞ്ഞാൽ മാത്രം എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുള്ളൂ ശരണ്യ. ആദ്യമൊക്കെ അലീനയുടെ മുഖത്തേക്ക് പോലും നോക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ ഒരു മാറ്റം വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അലീനയോട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അലീനയ്ക്ക് തോന്നി അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഇവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. പിന്നീട് ബാലേന്ദ്രനും മനു അലീനയും കൂടെ ജയിലിലേക്ക് പോകുന്നുണ്ട് രോഹിത്തിനെ കാണാനായിട്ട്. അവിടെ ചെന്ന് രോഹിത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. അമ്മാതിരി ഒരു കോല വരുന്ന രോഹിത്തിൻ്റെ. ഇനിയിപ്പം ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ഉറപ്പായിട്ടും അലീനയുടെ രോഗത്തെ സത്യങ്ങളൊക്കെ തുറന്നു പറയുമായിരിക്കും, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.